തളിപ്പറമ്പ് ശാഖയിലാണ് വിശ്വസാഹോദരത്വത്തിന്റെ പ്രതീകമായിരിക്കുന്ന ഈ രക്ഷാബന്ധൻ മഹോത്സവം കൊണ്ടാടാൻ പോകുന്നത്. ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ ക്ഷണിക്കപ്പെട്ട് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ ഞാൻ ആദ്യം വേദിയിൽ ക്ഷണിക്കുകയാണ്. വലിയ പ്രാസംഗികരാണ്, നമുക്കൊക്കെ വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രസിഡന്റായി സ്ഥാനം അലങ്കരിച്ചു സ്നേഹത്തോടെ അതിഥിയല്ല എന്നാലും കുടുംബാംഗമായി ഇവിടെ എത്തിയിരിക്കുന്ന മൈസൂരിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രമാകുമാർ ശാന്തി. ഓം ശാന്തി. എല്ലാവരും 3 പ്രാവശ്യം ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ തളിപ്പറമ്പ് ശാഖയായ ഈ ജ്ഞാനദീപത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന നമ്മുടെ പവിത്ര ശ്രീ രക്ഷാബന്ധൻ മഹോത്സവം ആചരിക്കുവാനാണ്. ഈ ലോകത്തിന്റെ അവസ്ഥ നോക്കിയാൽ നമ്മൾക്ക് കാണാം, ഈ ലോകത്തിൽ എന്തൊക്കെയാണ്, എത്ര അനീതിയും അരാജകത്വങ്ങളും കോലാഹലങ്ങളും. ഒരു ഭാഗത്ത് യുദ്ധത്തിന്റെ കോലാഹലങ്ങളാണ്, മറുഭാഗത്ത് നമ്മുടെ പ്രകൃതിയുടെ കോലാഹലങ്ങളാണ് കാണുന്നത്. ഈ അവസരത്തിൽ നമുക്ക് ഇതൊക്കെ ഒരു റിഹേഴ്സൽ മാത്രമാണെന്നാണ് പറയുന്നത്. ഇനിയും എത്രയോ ഇതിലും വലിയ വലിയ കെടുതികൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയെ നേരിടാൻ നമ്മൾ എത്രത്തോളം ആ ഒരു ശക്തിശാലി ആയിരിക്കണം നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്ഥിതിയിലേക്ക് എത്താനുള്ള നമ്മുടെ ആ ഒരു ഉള്ളിൽ കിടക്കുന്ന കഴിവുകളെ നമ്മൾക്ക് എങ്ങനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും, അതൊക്കെ നമ്മൾക്ക് വിദ്യാലയത്തിൽ കൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അവസ്ഥയിലാണ് നമ്മൾ വിശ്വശാന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഈ കോലാഹലത്തിന്റെ ഇടക്കും മറ്റുള്ളവർക്ക് നമ്മളിപ്പോൾ വയനാട്ടിൽ ദുരിതം നടന്നപ്പോഴും നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ടാണ് അവർക്ക് വൈബ്രേഷൻസ് കൊടുത്തത്. നമ്മൾക്ക് അങ്ങോട്ട് ചെന്ന് അവരുടെ സേവനം ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ തന്നെ സഹോദരി സഹോദരന്മാരാണ്, അവർക്ക് എത്രമാത്രം അവർക്ക് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വൈബ്രേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ലാസ്റ്റ് സമയത്ത് അതിന് കൂടെ നമ്മൾ സേവ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ സ്വാഗതത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായിട്ട് വന്നിരിക്കുന്നത് നമുക്കെല്ലാം വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ തൃക്കരിപ്പൂരിലെ പത്മനാഭൻ ബ്രദറുടെ മകനാണ് നമ്മുടെ ഷാജി കരിപ്പത്ത്. അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഓഫീസ് വിഭാഗത്തിലാണ് അവർ സേവനം അനുഷ്ഠിക്കുന്നത്. അവരെ കുറിച്ച് അവർ ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് യാതൊരു വിസമ്മതവും ഉണ്ടായില്ല. ഞാൻ വരാം, കൂടുതൽ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ വിളിച്ചപ്പോൾ ആദ്യം കിട്ടിയില്ല, പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരാം. അപ്പോൾ അത്രയും അവർക്ക് അറിയില്ല, കൂടുതൽ അറിയില്ല, എങ്കിലും കൂടി അവർ ആ ഒരു സന്മനസ് കാണിച്ചപ്പോൾ വളരെ അധികം സന്തോഷം. ഞാൻ വിശ്വവിദ്യാലയത്തിന് പേരിലോ
സ്വന്തം പേരിൽ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവരുടേതാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എത്ര പറഞ്ഞാലും തീരില്ല. അവർ അത്രയും ഒരു ജീവകാരുണ്യത്തിന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ചെറുതാഴം മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇൻസ്പയർ ഇന്റർനാഷണലിന്റെ ഫൗണ്ടറാണ്. അതായത് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ഇതിലാണ് അതിന്റെ ഒരു ഫൗണ്ടറാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. കൂടാതെ അവര് നന്മ സ്വാശ്രയ സംഘത്തിനും പിന്നീട് കേരളം കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ ബ്ലഡ് ഡോണർ അതിന്റെ കൂടി മുഖ്യ സംഘാടകമാണ്. കൂടുതൽ അവർ പറയുന്നത് അവർ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെയേറെ സജീവ പ്രവർത്തകനാണ്. അവരെ ഞാൻ നമ്മുടെ ഈ വിശ്വവിദ്യാലയത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേണ്ടി നമ്മുടെ തന്നെ ആത്മീയ സഹോദരനായ തമ്പാൻ ബ്രദറുടെ മകനാണ് ശ്രീ ഗോകുൽ ഭായ്. അദ്ദേഹം നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്തതിന് ശേഷം ആണ് അവര് ഇപ്പോൾ കാനറ ബാങ്ക് കൈപ്പുറം കാനറ ബാങ്കിലെ സീനിയർ മാനേജറായിട്ടാണ് അവര് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എങ്കിലും ആ ജോലി തിരക്കിനിടക്കും അത്രയും ബാങ്കിൽ ഇപ്പോൾ അവർ പറഞ്ഞു രാത്രി 10 മണി വരെ ഇരിക്കേണ്ടി വരും. അത്രക്കും ജോലിയാണ് മാനേജർമാർക്ക്. ആ തിരക്കിനിടക്കും കൂടി അവർ ഈ വിളിച്ചപ്പോൾ തന്നെ എങ്ങനെയാണ് സിസ്റ്ററോട് നോ പറയാ. അപ്പോഴവർ ആ സന്മനസ് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് നേരത്തെ എത്തി. കാരണം എന്നോട് പറഞ്ഞു വേഗം പോകണം സിസ്റ്റർ, അത്ര പെട്ടെന്ന് എനിക്ക് കുറച്ച് സമയം നിൽക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നാലും ഇന്ന് എന്തായാലും മുഴുവൻ കഴിഞ്ഞിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ഒരു അവസരം പിന്നെ ഒരിക്കലും കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ സിസ്റ്റർ. അപ്പോൾ ബ്രദർക്ക് പിന്നീട് വിദ്യാഭ്യാസത്തിൽ ഒരു ചെന്നൈയിലായി. ഇവിടെ തളിപ്പറമ്പിൽ ഇപ്പൊ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഈ ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർ വിളിച്ചില്ലെങ്കിലും വന്നോളൂ. ഞാൻ സിസ്റ്റർ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. നിങ്ങളൊന്ന് എന്റെ സ്വന്തം പേരിലും സ്വാഗതം. കൂടാതെ അവര് മഹാത്മാ സാംസ്കാരിക സമ്മേളനത്തിന്റെ വൈസ് ചെയർമാനാണ്. യാതൊരു ഫലയില്ലാതെ നമ്മുടെ പുരാതന ഋഷിവര്യന്മാർ തലമുറകളായി കൈമാറിയ വിജ്ഞാനവും സംസ്കാരവും തത്വചിന്തയും എല്ലാം അടങ്ങിയതാണ് ആർഷഭാരത സംസ്കാരം. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതുവഴി നമ്മുടെ പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ ഋഷിവര്യന്മാർ ഈ അറിവുകളെല്ലാം നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അറിവുകൾ കേവലം കഥായജ്ഞം മാത്രമല്ല, മറിച്ച് ഒരു ജ്ഞാനയജ്ഞമാണ് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. When we change, the world changes എന്ന ഫ്ലാഗ്ഷിപ്പ് സ്ലോഗനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കഴിഞ്ഞ 88 വർഷങ്ങളായി ഈ വിശ്വവിദ്യാലയം അനേകായിരം ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്ന ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് അനേകായിരം ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ആധ്യാത്മിക അന്തരീയമായ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിരിക്കും. ആ കഴിവുകളെല്ലാം നമ്മുടെ മുന്നിൽ ജ്ഞാനബിന്ദുക്കളായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നു.
പക്ഷെ ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയം ഈ മാസം മുഴുവൻ എന്താണ് രഹസ്യം എന്താണ്? ഏതൊരു ഭാരതീയരായിരിക്കും നമുക്കറിയാം, ഭാരതം ഉത്സവങ്ങളുടെ നാടാണ്. ഏതൊരു ഉത്സവത്തിനും അതിന്റെ പുറകിൽ അതിൻ്റെതായിരിക്കുന്ന ആധ്യാത്മിക രഹസ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ്. ഈ ഒരു ആധ്യാത്മിക രഹസ്യത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബ്രഹ്മകുമാരി രാജശക്തി, അവരെ കരങ്ങൾ പിടിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിച്ചത് നമ്മുടെ ഗൗരി സിസ്റ്ററും മീനാക്ഷി സിസ്റ്ററും. സ്ത്രീകൾക്ക് സത്യമായിരിക്കുന്ന അറിവിന്റെ ദീപം തെളിയിക്കാൻ ഓം ശാന്തി. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം കലിബർഗ് ശാഖയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പവിത്ര ശ്രീ രക്ഷാബന്ധനം ഈ പരിപാടിയിലേക്ക് നാളെ വേദിയിൽ ക്ഷണിച്ചിരിക്കുന്ന മുഖ്യ അതിഥികളെ, അതേപോലെ ഇന്ന് സദസ്സിലിരിക്കുന്ന എന്റെ ആത്മീയ സഹോദര സഹോദരന്മാർ, ഭാരതത്തിലെ ഒരു സമ്പ്രദായമാണ് ഒരു ചരട് കെട്ടുന്ന ഒരു സമ്പ്രദായം പണ്ട് മുതലേ നടന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ ശരീരത്തിന്റെ അസുഖം വന്നാൽ കൂടി അതോടുകൂടി ബന്ധനമാണ്. ഈ അസുഖത്തിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് മുക്തി സ്വീകരിക്കാൻ സാധിക്കുന്നത്? സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എന്ത് പറയണം, അല്ലെങ്കിൽ എന്നെ വേദിയിലേക്ക് വിളിച്ച് അവിടെ ഇരുത്തിയപ്പോൾ അതിന് എന്ത് യോഗ്യതയാണ് എന്നതാണ് ഞാൻ ചിന്തിച്ച ഒരു കാര്യം. കുറച്ച് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അവരുടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു ഏണിംഗ് മെമ്പറായി മാറ്റുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കാസർഗോഡ് ഗവൺമെന്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിൽ ഞാനൊരു ലൈബ്രറിയനായിരുന്നു. അവിടെ ഇരുത്തുവാൻ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ മക്കളുടെ അനുഗ്രഹമാണോ എന്താണെന്ന് എനിക്കറിയില്ല. വൈകി എന്തായാലും ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞ് സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി. ഈ മഹത്തായ പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം ഇവിടെ ഈശ്വര സന്നിധാനം ചെയ്തിരിക്കുന്ന ഈ മഹത്തായ സരസ്വതി ക്ഷേത്രത്തിൽ ആദ്യ ഗുരു മുതൽ ഇപ്പോഴത്തെ ഗുരു വരെയുള്ള എൻ്റെ
കേദാരങ്ങൾ, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന ഗുരുജാലെ വാത്സല്യനിധികളായ കൊച്ചുമക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ മനോഹരമായ നേരത്തെ സിസ്റ്റർ പറയണ്ടായി എഞ്ചിനീയർ ആവുന്നത് എന്തിനാണ് ഡോക്ടർ ഉള്ള ഒരാൾ ആരും കൈവക്കാറില്ല. എന്താ കാര്യം? ഇവിടെയാണ് നമ്മൾ മാറേണ്ട കാര്യം വരുന്നത്. നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛൻ പറഞ്ഞ മോനോട് മോളെ ഇത് റെക്കോർഡ് ചെയ്യണം. ഞാൻ ഹൗ ടു യൂസ് ദിസ് മെഷീൻ, എങ്ങനെയാണ് ഈ ഉപകരണം പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് പറയുന്ന വ്യക്തമായ ഒരു ഗ്രന്ഥം കൂടി നമുക്ക് കിട്ടും. ഈ ഗ്രന്ഥം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാം. അല്ലെങ്കിൽ അത് അറിയുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുക? വെച്ച മഹത്തായ വേദവാദത്തിന്റെയും സഹായത്തോടു കൂടി ഉണ്ടാക്കി വെച്ച മഹത്തായ ഒരു സംസ്കൃതി. ആ സംസ്കൃതി കർമ്മത്തിൽ ഊന്നിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ ഈ ജീവിതത്തിലെ ഉണ്ടാക്കി മാറ്റാം. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ ആത്മീയ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാം. നന്ദി സാറിന്. അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റുവാങ്ങുക ഇതൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇന്ന് വന്ന് ഇവിടെ എല്ലാവരുടെ മധ്യത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയതിലും ഈ ഓർഗനൈസേഷനെ കുറിച്ച് അറിയാൻ പറ്റിയതും പിന്നെ രാവിലെ നിങ്ങളുടെ മുരളിയായിട്ടുള്ള തോട്ട്സും ക്ലാസ്സും വളരെ സന്തോഷം. ഈ വർഷവും അവരുടെ ക്ഷണപ്രകാരം അവർ പറഞ്ഞതിൽ നിന്നും അരമണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരുവാൻ ചിന്തോദ്ദീപകവും ഈ ഹാളിൽ കെട്ടടങ്ങിയിട്ടില്ല. ഷാജുമാൻ പ്രസംഗം അല്ലെങ്കിൽ കൂടിയും നമ്മുടെ അതുകൊണ്ട് തന്നെ ഒരു ആശംസാ പ്രസംഗകൻ എന്നുള്ള നിലയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും കടക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം വൈകിയിട്ടുണ്ട്. പലരും പല പരിപാടികളിലും ഒക്കെ ബാങ്കിലെ ഡ്യൂട്ടിയാണ്. അദ്ദേഹത്തിന്റെ സമയം ഞാൻ അപഹരിക്കാതെ പ്രജാപതി ബ്രഹ്മകുമാരീസ് എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ നാടിനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സാധാരണക്കാരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാനായിട്ടുള്ള ചേട്ടൻ നമുക്കറിയാം വളരെ ലാഘവത്തോടു കൂടിയൊന്നും കാണേണ്ടുന്ന ഒരു കാര്യമല്ല വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിന്റെ പ്രശസ്തനായിട്ടുള്ള ഒരു കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഓരോ വരികളും കേൾക്കുമ്പോൾ എത്ര ദീർഘദർശത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കിയല്ല വയനാട് ദുരന്ത നേതൃത്വത്തിൽ ഒരു തുക സമാഹരിച്ചത് നമ്മുടെ തളിപ്പറമ്പ് കൈമാറുന്ന ഒരു ചടങ്ങിൽ കൂടി എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് ഓഫീസ് അവധിയായതിനാൽ എൻ്റെ സഹപാഠി കൂടിയായിട്ടുള്ള ബിജു അല്പസമയം കഴിഞ്ഞ് എന്നെ കാണാൻ വേണ്ടി എത്തും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ ബാലകൃഷ്ണൻ വേദികളിലൊന്നും അധികം പങ്കെടുക്കാത്ത ഒരാളാണ്. പങ്കെടുക്കാറില്ല. മനുഷ്യനാണ് ആദ്യം എന്നുള്ളത് ആ ഒരു അഭാവത്തിന്റെ സിസ്റ്റർ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ഓം ശാന്തി. സദസ്സിലിരിക്കുന്ന എല്ലാ ആത്മീയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എൻ്റെ നമസ്കാരം. ായിട്ടിരിക്കാറില്ല, എപ്പോഴും ചിന്തിക്കുന്നു എന്നൊന്നും പ്രത്യേകിച്ചും ഒരു ലൈസൻസ് ഇല്ലാത്ത പരിവർത്തനപ്പെടുത്തുക. ധ്യാനം സർവശക്തികളുടെയും പൊതുവായ ഈശ്വരനെ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ ഓരോ സമയവും ക്ഷമയോടെ എല്ലാവരെയും പ്രതി ഈ പ്രകൃതിയെ പ്രതി ദോഷത്തിലൂടെ ശാന്തിയിലൂടെ മറ്റുള്ളവർക്കും ശാന്തിയും
അതോടൊപ്പം തന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി സച്ചിൻ സർ പ്രൗഢഗംഭീരമായ ഒരു നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ചെറിയ ഒരു പ്രശ്നങ്ങൾ നോക്കലും ഞാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സന്തോഷിപ്പിച്ച ഗിരീഷ് മുഖം അത് ശാന്തി. പിന്നെ ഇനി നമ്മുടെ കണ്ണൂർ ജില്ലയുടെ കോർഡിനേറ്ററായ സബിത സിസ്റ്റർ, നമ്മുടെ മീനാക്ഷി സിസ്റ്റർ കൈമാറുന്ന സബിത സിസ്റ്റർ കൂടെയാണ്. സബിത സിസ്റ്ററിനെ പരമാത്മാവിന്റെ പേരിലും ഈ പ്രസ്ഥാനത്തിന്റെ പേരിലും പ്രജാപിത ബ്രഹ്മകുമാരി കൂടാതെ പേരിലും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ നിന്ന് രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ സമയം സ്മരിക്കുന്ന സിസ്റ്റേഴ്സിനെ കൊടുക്കുന്നു. രഞ്ജിത് ഭായ് ഒരു കളക്ടറുടെ സേവാധാരിയാണ്. ഇവിടെ മാത്രം നമ്മുടെ ജീവിതം സുഖകരമാകും. പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വിദ്യാധരങ്ങളാണ്. ജീവിതം എക്കാലവും മധുരമുള്ളതായിരിക്കണം. മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് മാധുര്യം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെ दिव्य गुणों से सजी सजाई भैया राखी बहना लाई, राखी बहना लाई, राखी बहना लाई। अव्यक्त मोतियों से जड़ी पवित्र धागों से बनाई, राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी सजाई भैया राखी बहना लाई, राखी बहना लाई, राखी बहना लाई। और दादा की करेगी रक्षा भैया तेरी यही राखी। ये सौगात है बाप और दादा की, करेगी रक्षा भैया तेरी यही राखी। करना तुम संभाल इसकी जन्मों बाद ये राखी पाई, राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी सजाई भैया राखी बहना लाई,
राखी बहना लाई, वो राखी बहना लाई। सर्वगुण संपन्न बनाए, सूक्ष्म आकारी फरिश्ता यही बनाए। ये राखी सर्वगुण संपन्न बनाए, सूक्ष्म आकारी फरिश्ता यही बनाए। जो बांध ले भैया ये राखी, करता है वो अनोखी कमाई। राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी सजाई, भैया राखी बहना लाई। राखी बहना लाई, राखी बहना लाई। इस राखी की चमक अलौकिक रूहानी, जो बांधे वो आत्मा बन जाए महादानी। इस राखी की चमक अलौकिक रूहानी, जो बांधे वो आत्मा बन जाए महादानी। शक्ति के सागर की शक्ति भैया इस राखी में समाई। राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी सजाई, भैया राखी बहना लाई। राखी बहना लाई, राखी बहना लाई। अव्यक्त मोतियों से जड़ी, पवित्र धागों से बनाई। राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी सजाई, भैया राखी बहना लाई। राखी बहना लाई, राखी बहना लाई, राखी बहना लाई। भाई बन की रक्षा करे जे जीवन भर का
पिता की है ये राखी, सबसे न्यारी अनोखी प्यारी।